സൂര്യൻ ഏകദേശം ഇങ്ങനെ അസ്തമിച്ച് തുടങ്ങി കേട്ടോ. പിന്നെ ഇവിടെ ഒരു വണ്ടി ഉണ്ട്, ഇത് ഈ വണ്ടി ഇവിടെ പെട്ടിരിക്കുകയാണ്. അതെന്ന് വെച്ച് കുറച്ച് മുന്നേ വണ്ടിയോടെ കൊണ്ടുവച്ചു. അപ്പോൾ ഇങ്ങോട്ട് അപ്പോൾ എല്ലാവരും മുഴപ്പിലങ്ങാട് ബീച്ച് കണ്ട് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് ഹായ്, തേരപ്പരം ലിസ്റ്റാണ്. അപ്പോൾ നമ്മളിതൊരു ബീച്ചിലേക്കാണ് ഈ എപ്പിസോഡ്. അപ്പോൾ നമ്മൾ ഒരു പാലത്തിൽ നിർത്തിയിട്ട് നമ്മളിപ്പോൾ ജ്യൂസ് ഒക്കെ കാണുകയാണ്. അപ്പോൾ ആ ബീച്ചിൻ്റെ പേര് എൻ്റെ പപ്പ പറയുകയാണ്. ഹലോ, അപ്പോൾ ഇന്ന് സച്ചു പറഞ്ഞു ഞാൻ എൻട്രി പറയാൻ എന്നിട്ട് അങ്ങനെ സച്ചു ക്യാമറ വാങ്ങിയതാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലാട്ടോ. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഡ്രൈവിംഗ് ബീച്ചാണ്. അപ്പോൾ നല്ല അടിപൊളി നല്ല സെറ്റപ്പ് സ്ഥലമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സച്ചു ഉണ്ട്. സച്ചുവിൻ്റെ ശരിക്കുള്ള പേര് അസ്ബിൻ കേട്ടോ. അതേപോലെ തന്നെ കിച്ചു എന്ന് വിളിക്കുന്നത് അറിൻഡാണ് പേര്. പിന്നെ നമ്മളെ ഭാര്യയുണ്ട്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്വന്തം ഭാര്യ എന്നിട്ട് കുറേ ആൾക്കാർ ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഭാര്യയുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് സച്ചു? കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓണാക്കി വെക്കുക. അപ്പോൾ ഓക്കെ നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ ചാലയില്ലേ, ചാല പണ്ട് നമ്മളൊരു ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗ്യാസ് ടാങ്കർ രാത്രി മറിഞ്ഞിട്ട് വലിയൊരു അപകടം നടന്ന സ്ഥലമായിട്ടാണ് ചാലക്കുന്ന്. അതിൻ്റെ ഇറക്കത്തിലെത്തി നമ്മൾ. പിന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് ഇപ്പം വൈകിട്ടായതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് യാത്ര. സച്ചുവലും കട്ട വെയിറ്റിംഗ് ആണ് ബീച്ചിലേക്കുള്ള. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കണ്ടത്. ഇപ്പോൾ കൊറോണ അല്ലാണ്ട് എന്നുള്ള സംഭവം എന്നറിയില്ല, ബാക്കി നോക്കണം. ഇതുണ്ടാ ഈ ഒരു സ്ഥലത്താണ് ആ ടാങ്കർ മറിഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ടാ ഈ ഒരു ഡിവൈഡർ ഉണ്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതാ ഈ വീടെല്ലാം അങ്ങനെ, ഈ വീടിൻ്റെ ടോപ്പെല്ലാം കണ്ട ആ ഒരു സൈഡെല്ലാം അങ്ങനെ ഒരു ഭയങ്കര ഒരു ദുരന്തമായിരുന്നു സംഭവം. അപ്പോൾ ബാക്കിയെല്ലാം എന്താ ബാക്കിൽ കണ്ട കട്ട. കിച്ചുവെല്ലാം അവിടെ നോക്കി ഇരിക്കുന്നുണ്ട്. ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഹൈവേന്ന് ഡ്രൈവിംഗ് ബീച്ചിലേക്ക് കട്ടാക്കി കേട്ടോ. പള്ളി അനുസരിച്ചു ഇവിടെ ഒരു അടിപൊളി പള്ളിയിലുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ടിക്കറ്റ് ഉണ്ട് കേട്ടോ സച്ചു. മുന്നിലത്തെ വണ്ടി എൻ്റെ പേഴ്സ് എടുത്ത് സച്ചു പേഴ്സ് എടുക്കൂ. എത്ര ചാർജ് എന്നല്ല നമുക്ക് നോക്കാം. എത്ര ചാർജ് നല്ലത് എടുക്കില്ല ഫ്രണ്ടിൽ നിന്ന് എടുക്കും. എത്ര ടിക്കറ്റ്? 40 കേട്ടോ സച്ചു. 40 രൂപ. വെള്ളത്തിൻ്റെ അടുത്ത് വെക്കണ്ടേ? വെള്ളം വേലിയാ? അതെ, ഓക്കെ. അമർന്നു പോകും. അല്ലേ? വേലി ഇറക്കാനോ വേലി കയറ്റം കൊണ്ടാ പറയുന്നത്. അതെ, കയറ്റാന്ന് പ്രശ്നം. 5000 രൂപ 6000 രൂപ കൊടുക്കേണ്ടി വരും. കയറ്റം വണ്ടി എടുക്കണ്ടിക്കല്ലേ? ഓക്കെ. അപ്പം ഇപ്പം വേലി കയറ്റാന്ന് പോലും. അതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ അങ്ങോട്ട് പോകണ്ടെന്ന് പറയുന്നത്. അധികം വെള്ളത്തിലേക്ക് ഇറക്കണ്ടെന്ന്. വണ്ടി താണു കഴിഞ്ഞാൽ അതിൻ്റെ ടീമൊക്കെ വന്നു കഴിഞ്ഞാൽ 6000-7000 റുപ്യെല്ലാം കൊടുക്കേണ്ടി വരുന്നുണ്ട് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നമുക്ക് ഓട്ടാൻ പറ്റുന്നതിൽ ഓട്ടാം നമുക്ക് വണ്ടി. അപ്പോൾ ഇതാണ് സ്ഥലം കേട്ടോ. ഇതാണ് നമ്മുടെ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്.
സച്ചു എങ്ങനെയുണ്ട് ബീച്ച്? പൊളി 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 പൊളിയാ? എങ്ങനെ വെറും പൊളിയാ? സൂപ്പർ സൂപ്പറാ. അമ്മയുടെ ചോദിച്ചു കുറേ ആൾക്കാരുണ്ട്. അടിപൊളി അടിപൊളി. കുറേ ഇത് ഓടാൻ പറ്റും. കുറേ ആൾക്കാരുണ്ട്. ചുറ്റി പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ വെള്ളത്തിൻ്റെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് വെള്ളത്തിൽ ഇറക്കണ്ട. ബൈക്കെല്ലാം ആ ബൈക്കെല്ലാം പോകും. ഇപ്പൊ ഈ കൊറോണ കൊറോണ ആയിട്ടും ആളുണ്ട് കേട്ടോ. റോഡിൽ തന്നെ നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ കൊറോണയാണെങ്കിലും ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പുറത്തോട്ടുണ്ടായില്ല, ഇപ്പുറത്തോട്ടാണ് അപ്പുറത്തോട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോയി. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അസ്തമയം കാണാം. സൂര്യാസ്തമയം. കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട്. സച്ച് കാണിച്ചോട്ട് കുളിക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിൽ ജസ്റ്റ് വണ്ടി ഒന്ന് ഇവിടെ നിർത്തി പുറത്തിറങ്ങിയിട്ടാണ്. അപ്പോൾ ഈ കാണുന്നത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ ഭാഗം സൂര്യാസ്തമയം വേണം, എന്നാലും കുറച്ചും കൂടി നല്ല ക്ലിയർ ഉണ്ടാവും. അവിടെ ഒരു തുരുത്ത് പോലെ കണ്ട, അതാണ് ധർമ്മടം തുരുത്ത് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു ഏരിയയാണ് ധർമ്മടം തുരുത്ത്. ഒരു ചെറിയൊരു ദ്വീപാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. സച്ചുവെല്ലാം കണ്ട എന്താ സച്ചു? കുളിച്ചാൽ നമുക്ക് കടലിൽ കടലിലിറങ്ങേണ്ട പരിപാടിയായിരുന്നു, പക്ഷേ ഡ്രസ്സ് എടുത്തിട്ടില്ല. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ നമ്മൾ 7:30 വീഡിയോ കണ്ടൊരു സച്ച് പറയുന്നുണ്ട് എന്നെ വെള്ളത്തിൽ കുളിക്കാൻ കൊണ്ട് പോകണം. പക്ഷേങ്കിൽ ഇന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല. ചളിയാണ് സച്ച് അങ്ങോട്ട് പോകണം. കണ്ടോ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കൊറോണയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നടക്കാനും നിറയെ ബൈക്ക് എടുത്ത് ഇറങ്ങി അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഓക്കെ. സൂര്യൻ എന്താ ഏകദേശം ഇങ്ങനെ അസ്തമിച്ച് തുടങ്ങി കേട്ടോ. പിന്നെ ഇവിടെ ഒരു വണ്ടിയുണ്ട്. ഈ വണ്ടി ഇവിടെ പെട്ടിരിക്കുകയാണ്. അതായത് കുറച്ച് മുന്നേ വണ്ടിയോടെ കൊണ്ടുവച്ചു. അപ്പോൾ ഇങ്ങോട്ട് വെള്ളം കയറി വരുന്നുണ്ട്. അപ്പോൾ ആ തിരേൻ്റെ ഇതിൽ ആ വണ്ടീൻ്റെ വീലവിടെ അമർന്നു വന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ അവിടെ എന്താ പറയുക, അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. വേറെ ടീം നോക്കുന്നുണ്ട്, അത് നോക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യം.
വണ്ടി വന്ന് തുടങ്ങി. എല്ലാവരും പുറത്തിറങ്ങി വണ്ടിയെല്ലാം എടുത്ത് പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സച്ചുവിനെ അറിയുന്ന ആരും കൊണ്ടോ? സച്ചു ആരെങ്കിലും കണ്ടാ? ഇല്ലേ? ഇല്ല ഇല്ല. ആരുമില്ല. കേട്ടാ ഇവിടെയൊക്കെ ഇതാ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണ്ടാവില്ല കേട്ടാ. പഴയ മോഡലിലേക്ക് തന്നെ വന്നു കാര്യങ്ങളെല്ലാം. ശരിയായി വരുന്നുണ്ടോ? കൊറോണ ഒന്നും ആരും നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. അവിടെ എല്ലാം ഈ വണ്ടി ഇറക്കരുന്ന് ഫസ്റ്റ് അവിടെ നിന്ന് വാണിംഗ് ചെയ്യുന്നുണ്ട്. അത് കേൾക്കാതെ വണ്ടി കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ ഇറക്കിയിട്ട് അവിടെ വെക്കും. പിന്നെ പെട്ടിട്ട് അവര് ഫസ്റ്റ് അവർ പറയുന്നുണ്ട് 6000-7000 റുപ്യയിലാണ്ട് എന്ത് വന്നാലും അവിടെ നിന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഇറക്കണ്ട എന്നുള്ളത്. അവിടെ ഇപ്പോൾ ഒരു വണ്ടി ഉണ്ടല്ലേ, ആ വണ്ടി അവിടെ പെട്ടു. ഇനിയിപ്പോൾ അവന് ഇവിടുന്ന് വണ്ടി എടുത്ത് പോകണ്ടിക്കാൻ മറ്റേ ആ ക്രെയിനൊക്കെ വന്ന് 6000 റുപ്യായിട്ടാണ് അതിന് പറഞ്ഞത്. ഇനി അതുണ്ടാവില്ലാണ്ട് വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ വരുന്നവർ ശ്രദ്ധിച്ചോളാം, വണ്ടി സേഫായിട്ട് വെക്കുക. ഒന്നാമത് ഇപ്പോൾ ഏറ്റാണ്, വേലിയേറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അടിപൊളി അസ്തമയം കറക്റ്റ് കണ്ടതാ. ഇനി ആ സൂര്യൻ ഇങ്ങനെ താഴ്ന്ന് ഇങ്ങനെ പോയി തുടങ്ങി. കറക്റ്റ് കാണുന്നുണ്ടെന്നറിയില്ല കണ്ടോ. അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഒരു ഡ്രൈവിങ് ഇപ്പം വേലിയായിട്ടായതുകൊണ്ട് അധികം വണ്ടി നമുക്ക് ഇതിൻ്റെ വെള്ളത്തിലേക്ക് ഇറക്കാൻ പറ്റാതെ. ഇറക്കമുള്ള സമയമാണ് നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് നല്ലോണം ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ നമ്മളിനിയിപ്പം എന്തെങ്കിലും ഒരു ചായ എല്ലാം കുടിക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു കമ്മട്ടിപ്പാടം കിച്ചത് കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞിട്ടൊരു എന്തോ ടീ ഷോപ്പ് എന്തോ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഉള്ളിൽ പോയി നോക്കാം. വാ അപ്പോൾ ചെറിയൊരു കട കേട്ടോ, നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മളെ ഈ ചായക്കടയിൽ ജ്യൂസ്, ചായ, കട്ട്ലറ്റ്, ഐസ്ക്രീം അങ്ങനെയുള്ള ചെറിയ ചെറിയ കടികളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇനി ഇരിക്കാൻ അടിപൊളി സെറ്റപ്പായിട്ട് സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല എന്താ പറയുന്നത്, നമ്മൾ പണ്ടത്തെ ഓടലിട്ടിട്ടൊരു സെറ്റപ്പുള്ള സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത് ഇതാ ഒരാൾ കട്ട്ലറ്റ് വാങ്ങിയിട്ട് വന്നിട്ട് കേട്ടോ, കട്ട്ലറ്റ്. അപ്പോൾ അടിപൊളിയായിരിക്കും, നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. വാ എടുക്ക്. എങ്ങനെയുണ്ട് കട്ട്ലറ്റ്? എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല കട്ട്ലറ്റ്. എങ്ങനെയുണ്ട് ഇച്ചു കട്ട്ലറ്റ്? ചിക്കൻ എടാ ഉരുളക്കിഴങ്ങെല്ലാം മിക്സ് ആയിട്ടുള്ള തരാൻ പറ്റും. ഇത് മുതലാണ്ട് സാധനം. എന്നോട് ചോദിക്കുന്നു ഇതിൻ്റെ തേടെ ചിക്കൻ ഉള്ളത്, ഉരുളക്കിഴങ്ങ് കാണാനുള്ളത്. ഓക്കെ സച്ചു ഇനി വേണോ? സച്ചു എങ്ങനെയുണ്ട് കട്ട്ലറ്റ്? എങ്ങനെയുണ്ട്? എല്ലാത്തിനും ഇങ്ങനെ സൂപ്പർ നന്നായി. എരിവുണ്ട് തോന്നുന്നു അല്ലേ? എരിവുണ്ടാ? ഒന്നും കൂടി വേണോ? ഒന്ന് പോയി വാങ്ങിട്ടോ. കണ്ടാ കട്ട്ലറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ പിന്നെ പക്ഷേ സൂപ്പർ. അപ്പോൾ ഇതെല്ലാം മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലെ സംഭവങ്ങൾ കേട്ടോ. അതായത് കുറച്ച് നല്ല എന്താ പറയേണ്ടത്, ഈ വൈകുന്നേരം വരുന്നതിന് വൈകുന്നേരം തന്നെ വരണം. കുറച്ച് നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യവും അസ്തമയം അല്ലേ, അതുവഴിയുള്ള സംഭവങ്ങളാണ്. അതെ, ഫാമിലി ആയിട്ട് അതെ നടന്നൊരു സെറ്റപ്പ് അതുപോലെ ഉള്ളത്. ഇത് 5 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് പറഞ്ഞല്ലേ? 5 കിലോമീറ്റർ 4 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുക. പക്ഷേ ഈ വെള്ളം വേലി കയറ്റാണ്ടാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാട്ടോ ഇത്. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചാണ്. അപ്പോൾ ഇത് സച്ചുവെല്ലാം കണ്ടോ? ഭയങ്കര ഇഷ്ടപ്പെടുന്ന ബീച്ച്. അതെ, അപ്പോൾ അങ്ങനെയുള്ളതാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോ എല്ലാ വീഡിയോ ചെയ്ത പോലെ തന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും കാണുന്നവരെ ഷെയർ ചെയ്തിട്ട് കാണാം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാനുള്ളവരെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ തന്നെ കമൻറ്റ് ചെയ്യുക.
നമ്മളെ വാട്സപ്പിലും ഇതിലും അറിയുന്നവരെ കാര്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് നല്ലത്. നിങ്ങൾ കുറച്ചും കൂടി അതിൽ തന്നെ കമൻറ്റ് ബോക്സിൽ തന്നെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചൊരു ഇതായിരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക, നന്നായി ഷെയർ ചെയ്യട്ടോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ വരുന്നവരെ ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ആക്കി വെച്ചിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മുടെ വ്യൂസും സബ്സ്ക്രൈബറും ലൈക്കൊക്കെ കൂട്ടാൻ നോക്കുക. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും മുഴപ്പിലങ്ങാട് ബീച്ച് കണ്ട് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടാവും. തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെള്ളത്തിലേക്കാണ് പോകുന്നത്. ടീച്ചറാണ് കളിക്കുന്നത്, ഞാൻ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സെല്ലാം കട്ട സപ്പോർട്ട്, നിങ്ങളും കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ബീച്ച് പൊളിയാണ്, നമുക്ക് വേണമെങ്കിൽ വരാം. പോലീസ് വരാം, മുകളിലേക്ക് കൂടെ പ്ലെയിനൊക്കെ പോകുന്നു. നമുക്കിതാ കാണാൻ ഞാൻ നല്ല വ്യൂ ആണ്. തിരമാലെല്ലാം നല്ലോണം വരുന്നുണ്ട്, തിരമാലെല്ലാം. അപ്പോൾ എന്താണ് ടീച്ചറാണ്? അപ്പോൾ നല്ല തിരമാലയാണ്, അടിച്ച് വീഴുന്നത്. നല്ല തിരമാലയുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകുന്ന